ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വിശ്വാമിത്ര മഹർഷിയുടെ കഥയാണ്. വിശ്വാമിത്ര മഹർഷിയുടെ കഥയ്ക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം നേരത്തെ ഒരു രാജാവായിരുന്നു. രാജാവിൽ നിന്ന് ഒരു മഹർഷിയിലേക്കുള്ള യാത്ര, അത് ഒരു സാധാരണ യാത്രയല്ല. ആ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്, ആ യാത്രയുടെ കഥ. അപ്പോൾ പണ്ട് വിശ്വാമിത്രൻ ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കൗശികൻ എന്നായിരുന്നു. അദ്ദേഹം ചന്ദ്രവംശത്തിൽപ്പെട്ട ഒരാളായിരുന്നു. ഒരിക്കൽ അദ്ദേഹം തൻ്റെ 100 മക്കളോടൊപ്പം ഒരു വലിയ യാത്ര പോവുകയായിരുന്നു. 100 മക്കൾ മാത്രമല്ല കൂടെയുള്ളത്, ഒരു വലിയ സൈന്യവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു വലിയ രാജാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് വളരെയധികം അഭിമാനമുണ്ടായിരുന്നു. അദ്ദേഹം പ്രഗത്ഭനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീർത്തി നാടെങ്ങും പരന്നിരുന്നു. അപ്പോൾ അഭിമാനത്തോടെ ഈ രാജാവ് കാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഒരു ആശ്രമം കണ്ടു. അത് ആരുടെ ആശ്രമമാണ് എന്ന് അന്വേഷിച്ചപ്പോൾ അത് വസിഷ്ഠ മുനിയുടെ ആശ്രമമാണെന്നറിഞ്ഞു. എന്നാൽ അവിടെ കയറി അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി ഈ കൗശികൻ എന്ന രാജാവ് ഈ ആശ്രമത്തിലേക്ക് ചെന്നു. വളരെ ശാന്തമായ ഒരു ആശ്രമാന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. രാജാവിന് വലിയ സന്തോഷവും സമാധാനവും തോന്നി. അദ്ദേഹം ചെന്ന് ഈ മഹർഷിയെ സന്ദർശിച്ചു. മഹർഷി വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അദ്ദേഹത്തെ ആശ്രമത്തിനുള്ളിലേക്ക് വിളിച്ചിരുത്തി. കുശല പ്രശ്നങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം പറഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി, അങ്ങ് ഇവിടെ ഇരിക്കും. അപ്പോൾ രാജാവ് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ 100 മക്കളുണ്ട്, എൻ്റെ അനുചര വൃന്ദമുണ്ട്, എൻ്റെ സൈന്യമുണ്ട്, ഞങ്ങൾ ഒരുപാട് പേരുണ്ട്. ഈ ചെറിയ ആശ്രമത്തിൽ അങ്ങേക്ക് ഞങ്ങൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അങ്ങ് ബുദ്ധിമുട്ടേണ്ടതില്ല. അപ്പോൾ മഹർഷി പറഞ്ഞു, അങ്ങ് ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങൾക്കുള്ള ഭക്ഷണം ഞാൻ തന്നുകൊള്ളാം. നിങ്ങൾ ഇന്ന് എൻ്റെ അതിഥികളാണ്, നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പുവാനും നിങ്ങളെ പരിചരിക്കാനുള്ള അവസരം എനിക്ക് നിഷേധിക്കരുത്. അപ്പോൾ രാജാവ് സന്തോഷത്തോടെ ഇതിനെ സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹം കാത്തിരുന്നു. അപ്പോൾ വസിഷ്ഠ മുനിക്ക് ഒരു പശുവുണ്ട്. പശുവിൻ്റെ പേര് കാമധേനു എന്നാണ്. ചോദിക്കുന്നതെന്ന് നൽകുന്ന പശുവാണ് ഈ കാമധേനു. വസിഷ്ഠ മുനി കാമധേനുവിനോട് രാജാവിനും അദ്ദേഹത്തിനൊപ്പമുള്ളവർക്കും വേണ്ട ഭക്ഷണം തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു. പൊടുന്നനെ നിരവധി പാത്രങ്ങളിൽ ഒരു വിരുന്നിനാവശ്യമുള്ള എല്ലാ വിഭവങ്ങളും അവിടെ നിരന്നു. രാജാവും പരിവാരങ്ങളും വളരെ മൃഷ്ടാന്നമായിട്ട് ഭക്ഷണം കഴിച്ചു. അപ്പോൾ രാജാവ് ഈ പശുവിനെ പറ്റി ചിന്തിച്ചു. രാജാവ് മഹർഷിയോട് ഈ പശുവിനെ പറ്റി ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പശുവിൻ്റെ പേര് കാമധേനു എന്നാണ്, ഇത് ചോദിക്കുന്നത് എന്തും തരും. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇങ്ങനെയുള്ളൊരു പശുവിനെ ഈ ആശ്രമത്തിൽ നിർത്തിക്കൊണ്ട് എന്ത് പ്രയോജനമുള്ളത്? അങ്ങ് ഇതെനിക്ക് തരൂ, ഞാനല്ലേ രാജാവ്, എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, എൻ്റെ കൊട്ടാരത്തിൽ ദിവസവും ഒരുപാട് അതിഥികൾ വരും, എനിക്കൊരുപാട് പണത്തിൻ്റെ ആവശ്യമുണ്ട്, ഒരു രാജ്യം നടത്തുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ വേണം. അപ്പോൾ ഈ പശു എൻ്റെ കൂടെയല്ലേ ഇരിക്കേണ്ടത്, അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് പകരമായിട്ട് 1,00,000 പശുക്കളെ തരാം, എനിക്ക് ഈ പശുവിനെ വേണം. അപ്പോൾ വസിഷ്ഠ മുനി പറഞ്ഞു, അങ്ങ് എനിക്ക് എത്ര കോടി പശുക്കളെ തരാമെന്ന് പറഞ്ഞാലും ഞാൻ കാമധേനുവിന് തരികയില്ല. ഈ ആശ്രമത്തിൽ ഒരുപാട് യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ നടത്താറുള്ളതാണ്. അപ്പോഴൊക്കെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ദുർലഭമായ പല സാധനങ്ങളും കാമധേനുവിനെ കൊണ്ടാണ് ഞാൻ വരുത്തിക്കുന്നത്, അതുകൊണ്ട് കാമധേനുവിന് തരാൻ പറ്റില്ല. രാജാവിന് ദേഷ്യം വന്നു. ഒരു രാജാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇത്ര കാലവും മറ്റുള്ളവർ അനുസരിച്ചിട്ടേ ഉള്ളൂ. അദ്ദേഹത്തെ വണങ്ങിയേ മറ്റുള്ളവർ നിൽക്കാറുള്ളൂ. ഇപ്പോൾ അദ്ദേഹം ഒരു സന്യാസിയോട് ഒരു കാര്യം ചോദിച്ചിട്ട് ആ സന്യാസി കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ദേഷ്യം വന്ന രാജാവ് വസിഷ്ഠനോട് പറഞ്ഞു, ഞാൻ ഒരു തവണ കൂടി ചോദിക്കുകയാണ്, എനിക്ക് കാമധേനുവിനെ തന്നില്ലെങ്കിൽ ഞാൻ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, അങ്ങ് രാജാവാണ് എന്നത് ശരി തന്നെ, പക്ഷേ ഇതെൻ്റെ ആശ്രമത്തിലെ മൃഗമാണ്, ഇതിനെ അങ്ങ് കൊണ്ടുപോകുന്നത് ശരിയല്ല, ഞാൻ അതിനെ അനുവദിക്കുകയില്ല. രാജാവ് കേട്ടില്ല. അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ സൈനികരെ വിളിച്ചിട്ട് ഈ കാമധേനുവിനെ പിടിച്ച് കെട്ടിക്കൊണ്ട് വരാൻ ആജ്ഞാപിച്ചു. സൈനികരെല്ലാം കൂടി വലിയ കയറുമൊക്കെ കൂടെ കൊണ്ടുചെന്ന് അവിടെ സ്വതന്ത്രമായിട്ട് നിൽക്കുകയായിരുന്ന കാമധേനുവിനെ പിടിച്ച് കെട്ടി. കാമധേനു ആകെ വിരണ്ടുപോയി. ഇത്ര അധികം ആൾക്കാർ വന്ന് തന്നെ പിടിച്ച് കെട്ടുമെന്ന് ആ പശു വിചാരിച്ചതേയില്ല. മാത്രമല്ല തൻ്റെ യജമാനനായ വസിഷ്ഠ മുനി ഒരു വാക്ക് പോലും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടിട്ട് അതിന് വലിയ വിഷമവും തോന്നി. അദ്ദേഹം തടഞ്ഞില്ല. കാമധേനു തൻ്റെ സർവ്വശക്തി ഉപയോഗിച്ച് ഈ കയറുകളൊക്കെ വലിച്ചു പൊട്ടിക്കുകയും ഓടി വസിഷ്ഠൻ്റെ അടുത്ത് ചെല്ലുകയും ചെയ്തു. എന്നിട്ട് ചോദിച്ചു, അങ്ങ് എന്തുകൊണ്ടാണ് ഇതിനെ അനുവദിക്കുന്നത്? ഈ ആൾക്കാർ എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുന്ന അങ്ങ് കണ്ടില്ലേ, അങ്ങ് എന്തുകൊണ്ടാണ് അവരെ തടയാത്തത്? അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, എനിക്കത് പറ്റില്ല, കാരണം അത് രാജാവാണ്, ഒരു രാജാവിൻ്റെ സ്വാധീനവും ശക്തിയും വളരെ വലുതാണ്, ഒരു സന്യാസിക്ക് അതിലൊന്നും ചെയ്യാനില്ല. കാമധേനുവിന് ഈ ന്യായം അത്ര ശരിയായതായി തോന്നിയില്ല. കാമധേനു പറഞ്ഞു, അങ്ങയുടെ തപശക്തിയോളം വലുതല്ല ഒരു രാജാവിൻ്റെ ശക്തിയും. ഈ രാജാവ് ഒരു വെറും മനുഷ്യനാണ്, നശ്വരനാണ്, അവൻ മരിച്ചു പോകും, അവൻ ഇല്ലാതായി പോകും. പക്ഷെ തപശക്തി അങ്ങനെയല്ല. എന്തായാലും ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ പോകുന്നില്ല, ഞാൻ അദ്ദേഹത്തോട് എത്തിരിടും. അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, ഞാൻ അതിന് നിന്നെ അനുവദിച്ചു,
നിനക്ക് എന്ത് വേണമോ ചെയ്യാം, ഞാനൊന്നും മിണ്ടുന്നില്ല എന്നേ പറഞ്ഞുള്ളൂ. ഉടനെ കാമധേനു വളരെ ഉറക്കെ ഒന്ന് അമറി. പശു അമറിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ ശബ്ദം ചുറ്റുപാടും അലയടിച്ചു. പെട്ടെന്ന് അവിടെ ഒരു വലിയ സൈന്യം പ്രത്യക്ഷപ്പെട്ടു. ഒരുപാട് സൈനികരുള്ള ഒരു വലിയ സൈന്യം. അവർ ഈ കൗശികൻ എന്ന രാജാവിൻ്റെ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടി. ഘോരമായ യുദ്ധം നടന്നു. അപ്പോൾ ഈ യുദ്ധത്തിൽ കൗശികൻ്റെ 100 മക്കളും ദേഷ്യപ്പെട്ട് വസിഷ്ഠൻ്റെ നേരെ ഓടിയടുത്തു. പക്ഷെ വസിഷ്ഠൻ പേടിക്കുകയോ തിരിഞ്ഞോടുകയോ ഒന്നും ചെയ്തില്ല. അദ്ദേഹം ഒന്ന് മൂളുക മാത്രം ചെയ്തു. അദ്ദേഹത്തിൻ്റെ മൂളലിൻ്റെ ശക്തി കൊണ്ട് ഒരു വലിയ അഗ്നിഗോളം തന്നെ അവിടെ ഉണ്ടായി. അത് ചുറ്റുപാടുമുള്ള കൗശികൻ്റെ സൈന്യത്തെ ചുട്ടൊരിച്ചു തുടങ്ങി. അതിൽ ഈ രാജാവിൻ്റെ ഒരു മകനൊഴിച്ച് ബാക്കിയുള്ള എല്ലാ മക്കളും കത്തിച്ചാമ്പലായിപ്പോയി. തോൽവി സമ്മതിച്ച കൗശികൻ തൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു വന്നു. അദ്ദേഹത്തിന് വലിയ നാണക്കേട് തോന്നി. വെറും ഒരു സന്യാസിയോട് തൻ്റെ വലിയ സൈന്യം, തൻ്റെ രാജശക്തി തോറ്റുപോയിരിക്കുന്നു. തപശക്തിയാണോ ഒരു രാജാവിൻ്റെ ശക്തിയാണോ വലുത് എന്ന സംശയം അദ്ദേഹത്തിന് ഉടലെടുത്തു. എങ്ങനെയെങ്കിലും വസിഷ്ഠനെ തോൽപ്പിക്കണം എന്നതായി അദ്ദേഹത്തിൻ്റെ ചിന്ത. വസിഷ്ഠൻ്റെ തപശക്തിയുടെ ബലം അദ്ദേഹം കണ്ടിരുന്നു. അതിനേക്കാൾ കൂടുതൽ ബലം തനിക്ക് സമ്പാദിക്കണം എന്ന ചിന്തയിൽ ഇദ്ദേഹം തപസ് ചെയ്യാൻ ഉറച്ചു. അങ്ങനെ തൻ്റെ അവശേഷിക്കുന്ന മകന് രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് അദ്ദേഹം കാട്ടിൽ തപസ് ചെയ്യാൻ പോയി. അദ്ദേഹം ശിവനെയാണ് തപസ് ചെയ്തത്. വളരെ കഠിനമായ തപസ്സായിരുന്നു. അവസാനം ശിവഭഗവാൻ ഈ രാജാവിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? തപസ്സിൽ ഞാൻ പ്രസന്നനായിട്ടുണ്ട്. അപ്പോൾ രാജാവ് പറഞ്ഞു, എനിക്ക് എല്ലാ ആയുധങ്ങളെ പറ്റിയുള്ള അറിവ് വേണം. എന്നെപ്പോലെ നന്നായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഭൂമിയിൽ ഉണ്ടാവരുത്. ശരി, അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്നായി ശിവൻ. അങ്ങനെ വളരെയധികം യുദ്ധശക്തി നേടിയ ഈ രാജാവ്, കൗശികൻ എന്ന രാജാവ്, വസിഷ്ഠൻ്റെ നേരെ യുദ്ധത്തിന് ചെന്നു. വസിഷ്ഠൻ്റെ ആശ്രമത്തിലേക്ക് വളരെ ശക്തിയോടെ അദ്ദേഹം പാഞ്ഞടുത്തു. അദ്ദേഹത്തിൻ്റെ കൈവിരലുകളിൽ നിന്ന് തീഗോളങ്ങൾ ഉണ്ടായി വന്നു. ആ തീഗോളങ്ങൾ അദ്ദേഹം വസിഷ്ഠൻ്റെ ആശ്രമത്തിന് നേരെ പറത്തിവിട്ടു. കാടിനുള്ളിൽ വളരെ ശാന്തമായ ഒരു സ്ഥലത്ത് വളരെ കാലമായിട്ട് നിലനിൽക്കുന്ന ഒരു ആശ്രമമായിരുന്നു അത്. എന്നാൽ ഈ കൗശികൻ എന്ന രാജാവിൻ്റെ വിരലുകളിൽ നിന്ന് പുറപ്പെട്ട അഗ്നിയാൽ ഈ ആശ്രമം മുഴുവൻ കത്തിച്ചാമ്പലായിപ്പോയി. വസിഷ്ഠൻ ആശ്രമത്തിൽ നിന്ന് പുറത്തിറങ്ങി വന്നു. എന്നിട്ട് ഈ രാജാവിനോട് പറഞ്ഞു, എൻ്റെ ആശ്രമം കത്തിച്ചു കളഞ്ഞ എന്നോട് ഞാൻ ക്ഷമിക്കുകയില്ല. എൻ്റെ തപശക്തിയുടെ മുന്നിൽ നീ നേടിയ ഈ ശക്തികളൊന്നും അല്ല. അപ്പോൾ കൗശികൻ പറഞ്ഞു, അതങ്ങനെയല്ല. ഞാനൊരു ക്ഷത്രിയനാണ്, ഞാനൊരു രാജാവാണ്. എൻ്റെ ശക്തിയോളം വരികയില്ല നിങ്ങളുടെ തപശക്തി. മാത്രമല്ല എനിക്കിപ്പോൾ എല്ലാ ആയുധങ്ങളും വശവുമാണ്. ഇതും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പലവിധ ആയുധങ്ങൾ വസിഷ്ഠന് നേരെ പ്രയോഗിച്ചു. പക്ഷേ വസിഷ്ഠൻ തൻ്റെ യോഗദണ്ഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്ന് ഒന്ന് മൂളിയത് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് അഗ്നിഗോളങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. ആ യോഗദണ്ഡിന് ചുറ്റും ഒരു ശക്തി വലയമുണ്ടായി. രാജാവ് അങ്ങോട്ടേക്ക് അയക്കുന്ന എല്ലാ ആയുധങ്ങളും യോഗദണ്ഡിനടുത്ത് പോലും എത്താൻ പറ്റാതെ താഴെ വീണു. ഇദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്രഹ്മാസ്ത്രം പോലും പ്രയോഗിച്ചു. അതുപോലും ഈ വസിഷ്ഠനെ ഒന്ന് തൊട്ടില്ല. തൻ്റെ തപശക്തിയാൽ വസിഷ്ഠൻ ഈ രാജാവിനെ തോൽപ്പിച്ചു. അതോടെ അദ്ദേഹത്തിന് വളരെയധികം നാണക്കേട് തോന്നി. ഒരു യോദ്ധാവിന് വേണ്ട എല്ലാ ശക്തിയുമായിട്ട് താൻ വന്നിട്ടും ഈ മഹർഷിയുടെ തപശക്തിക്ക് മുന്നിൽ തോറ്റുപോയത് വളരെ വലിയ നാണക്കേടായിട്ട് അദ്ദേഹത്തിന് തോന്നി. അതൊരു തിരിച്ചറിവായിട്ടും തോന്നി. തപശക്തിയാണ് മറ്റെല്ലാ ശക്തികളെക്കാളും വലുത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ ശക്തി തനിക്ക് നേരണം. വസിഷ്ഠനേക്കാൾ വലിയൊരു സന്യാസിയായി തീരണം, ഒരു ബ്രഹ്മർഷിയായി തീരണം എന്ന ആഗ്രഹത്തോടെ അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുകയും തൻ്റെ ഭാര്യയോട് താൻ ഇനി മുതൽ തപസ്സിന് വേണ്ടി കാട്ടിലേക്ക് പോവുകയാണെന്നും തന്നോടൊപ്പം വരണമെന്നും പറഞ്ഞു. അങ്ങനെ ഭാര്യ അദ്ദേഹത്തോടൊപ്പം കാട്ടിലേക്ക് ചെന്നു. അങ്ങനെ തൻ്റെ മകനെ രാജ്യമേൽപ്പിച്ചിട്ട് ഈ കൗശികൻ എന്ന രാജാവ് വിശ്വാമിത്രൻ എന്ന പേര് സ്വീകരിച്ച് കാട്ടിൽ പോയി തപസ് തുടങ്ങി. അദ്ദേഹം ബ്രഹ്മാവിനെയാണ് തപസ് ചെയ്തത്. വളരെ കാലം അദ്ദേഹം തപസ് ചെയ്ത് ഈ തപസ്സിനിടയ്ക്ക് അദ്ദേഹത്തിന് 4 മക്കളും ഉണ്ടായി, 4 ആൺമക്കൾ. അങ്ങനെ വളരെ കാലത്തിന് ശേഷം ബ്രഹ്മാവ് അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവ് ഇദ്ദേഹത്തിനോട് പറഞ്ഞു, നിന്നെപ്പോലെ മറ്റൊരു രാജാവിനെ ഞാൻ കണ്ടിട്ടില്ല. രാജാക്കന്മാരിൽ പല ഭക്തന്മാരും ഉണ്ടെന്നാൽ രാജാക്കന്മാരിലെ പരമഭക്തനാണ് നീ. അതുകൊണ്ട് തന്നെ നിനക്ക് ഞാൻ രാജർഷി എന്ന പദവി തരികയാണ്. എന്നാൽ ഇതുവരെയുള്ള രാജാക്കന്മാരിൽ ഏറ്റവും വലിയ ഭക്തൻ എന്നൊരു പദവിക്ക് വേണ്ടി ആയിരുന്നില്ല ഇദ്ദേഹം ഈ തപസ് ചെയ്തത്. അദ്ദേഹത്തിന് സന്യാസിമാരിലും ഉയർന്ന സന്യാസിയാവണമായിരുന്നു. അങ്ങനെയൊരു വരമല്ല ബ്രഹ്മാവ് കൊടുത്തത്. എന്നാൽ തനിക്ക് രാജർഷി അല്ല ആവേണ്ടത്, തനിക്ക് ബ്രഹ്മർഷിയാണ് ആവേണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം നോക്കുമ്പോഴേക്കും ബ്രഹ്മാവ് അപ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത് ഇക്കാര്യം ചോദിക്കാൻ വിശ്വാമിത്രന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ തനിക്കൊരു ബ്രഹ്മർഷി ആവണമെന്ന തൻ്റെ ആഗ്രഹം ബ്രഹ്മാവിനെ അറിയിക്കാൻ വിശ്വാമിത്രന് കഴിഞ്ഞില്ല.
ഈ സമയത്ത് ഭൂമിയിൽ ത്രിശങ്കു എന്ന പേരായ ഒരു രാജാവുണ്ടായിരുന്നു. ഈ ത്രിശങ്കുവിന് ഒരിക്കൽ ഒരാഗ്രഹം തോന്നി, ഉടലൂടെ സ്വർഗത്തിൽ പോകണം. സാധാരണ ആൾക്കാരെ മരിച്ചു കഴിഞ്ഞാണ് സ്വർഗത്തിൽ പോകുക, പക്ഷേ ത്രിശങ്കുവിന് അങ്ങനെ വേണ്ട. അദ്ദേഹത്തിന് ഉടലോടെ സ്വർഗത്തിൽ പോകണം. അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്നു വസിഷ്ഠൻ. അതുകൊണ്ട് ഇദ്ദേഹം വസിഷ്ഠനോട് ചെന്ന് ഈ ആഗ്രഹം ഉണർത്തിച്ചു. തന്നെ സഹായിക്കണം, തനിക്ക് ഉടലോടെ സ്വർഗത്തിൽ പോകണം. വസിഷ്ഠൻ പറഞ്ഞു, ഒരിക്കലും ഇത് സാധ്യമല്ല. ഒരു മനുഷ്യന് മരണശേഷം ദേഹം ഉപേക്ഷിച്ചതിന് ശേഷം മാത്രമേ സ്വർഗത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഉടലോടെ, സ്വന്തം ശരീരത്തോടെ അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോൾ ത്രിശങ്കു വിചാരിച്ചു, വസിഷ്ഠമുനിക്കല്ലേ ഇങ്ങനെ പറ്റില്ല എന്ന് പറയുന്നത്, മറ്റേതെങ്കിലും മുനിമാരെ കണ്ടു നോക്കാം. അങ്ങനെ ആരുണ്ട് എന്ന് അദ്ദേഹം അന്വേഷിച്ചു തുടങ്ങി. അപ്പോൾ വസിഷ്ഠന് മക്കളുണ്ടല്ലോ, അവരും സന്യാസിമാരാണ്. അങ്ങനെയാണെങ്കിൽ അവരോട് ചെന്ന് ചോദിക്കാം എന്നായി ത്രിശങ്കു വിചാരിച്ചു. അങ്ങനെ ത്രിശങ്കു വസിഷ്ഠൻ്റെ മക്കളോട് ചെന്നിട്ട് തന്നെ സഹായിക്കാമോ എന്ന് ചോദിച്ചു. തനിക്ക് ഉടലോടെ സ്വർഗത്തിൽ പോകണം. അപ്പോൾ ഇവർ പറഞ്ഞു, അതൊരിക്കലും സാധ്യമല്ല. ഞങ്ങളുടെ പിതാവിനോട് അങ്ങ് ചോദിച്ചതല്ലേ, അദ്ദേഹം പറഞ്ഞതല്ലേ ഇത് സാധിക്കുകയില്ല എന്ന്. അദ്ദേഹത്തിന് മക്കളായി ഞങ്ങൾക്ക് പിന്നെ എങ്ങനെ സാധിക്കും? അതുകൊണ്ട് അങ്ങ് ഇങ്ങനത്തെ ആഗ്രഹം കൊണ്ടു നടക്കേ വേണ്ട. ഒരാൾക്ക് പോലും ഉടലോടെ സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ത്രിശങ്കു പറഞ്ഞു, നിങ്ങൾ കൂടി എന്നെ ഇതിന് സഹായിച്ചില്ലെങ്കിൽ ഞാൻ മറ്റേതെങ്കിലും സന്യാസിമാരെ പോയി കാണും. നിങ്ങൾക്കും നിങ്ങളുടെ പിതാവിനുമല്ലേ ഇത് പറ്റാത്തതുള്ളൂ, മറ്റാർക്കെങ്കിലും പറ്റുമായിരിക്കും. ഇത് കേട്ട വസിഷ്ഠൻ്റെ മക്കൾക്ക് വളരെയധികം ദേഷ്യം വരികയും അവർ ഈ ത്രിശങ്കുവിനെ ശപിച്ചിട്ട് ഒരു വിരൂപനായ ചണ്ടാലനാക്കി മാറ്റുകയും ചെയ്തു. പക്ഷേ എത്ര വിരൂപനായിട്ടും ഈ ത്രിശങ്കുവിന് ആഗ്രഹം മാറിയില്ല. അദ്ദേഹത്തിന് ഉടലോടെ സ്വർഗത്തിൽ പോകണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അങ്ങനെ അദ്ദേഹം വിശ്വാമിത്രൻ എന്ന മുനിയെപ്പറ്റി കേട്ടു. ആ ഇടയ്ക്ക് ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്താൽ രാജർഷി എന്ന പദം കൈവരിച്ച വിശ്വാമിത്രൻ ത്രിശങ്കു നേരെ വിശ്വാമിത്രൻ്റെ അടുത്തേക്ക് പോയി. വസിഷ്ഠനും വിശ്വാമിത്രനും തമ്മിൽ വിരോധമുണ്ട് എന്നും ത്രിശങ്കുവിനറിയാം. അതുകൊണ്ട് തന്നെ താൻ വസിഷ്ഠനോട് തന്നെ ഉടലോടെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും വസിഷ്ഠൻ അതിന് തന്നെ സഹായിച്ചില്ല എന്നും വസിഷ്ഠൻ്റെ മക്കൾ തന്നെ ശപിച്ച് ഇത്തരത്തിലാക്കിയെന്നും ഒക്കെ ഈ ത്രിശങ്കു ചെന്ന് വിശ്വാമിത്രനോട് പറഞ്ഞു. വിശ്വാമിത്രൻ പറഞ്ഞു, ഞാൻ നിന്നെ ഇതിന് സഹായിക്കാം. ഞാൻ ഇതിന് വേണ്ടിയിട്ടൊരു യാഗം നടത്താം. ഈ യാഗത്തിൻ്റെ അവസാനം തീർച്ചയായിട്ടും നിനക്ക് ഉടലോടെ സ്വർഗത്തിൽ പോകാൻ പറ്റും. വിശ്വാമിത്രൻ തൻ്റെ മക്കളെയും തൻ്റെ ശിഷ്യന്മാരെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനൊരു യാഗത്തിന് ഉടൻ തന്നെ തയ്യാറെടുക്കാൻ പറഞ്ഞു. ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ശേഖരിച്ചു. പിന്നീട് മറ്റുള്ള സന്യാസിമാരെയെല്ലാം ഈ യാഗത്തിന് ക്ഷണിച്ചു. മിക്കവാറും എല്ലാ സന്യാസിമാരും അവരുടെ ശിഷ്യന്മാരും എല്ലാം ഈ യാഗത്തിൽ പങ്കെടുക്കാനും ത്രിശങ്കു ഉടലോടെ സ്വർഗത്തിലേക്ക് പോകുന്നതും കാണാനായിട്ട് വിശ്വാമിത്രൻ്റെ ആശ്രമത്തിലേക്ക് വന്നു. പക്ഷേ വസിഷ്ഠനും മക്കളും മാത്രം വന്നില്ല. അവരെ ക്ഷണിച്ചിട്ടും അവർ വന്നില്ല. ഇത് വിശ്വാമിത്രന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്നാലും സാരമില്ല, താൻ ഈ കർമ്മം അനുഷ്ഠിക്കുക തന്നെ ചെയ്യും എന്ന ദൃഢനിശ്ചയത്തോടെ വിശ്വാമിത്രൻ യാഗം തുടങ്ങി. അങ്ങനെ വളരെയധികം പ്രാർത്ഥനയോടെ തൻ്റെ തപശക്തി മുഴുവൻ ഉപയോഗിച്ച് വിശ്വാമിത്രൻ വലിയൊരു പൂജ നടത്തുകയും പൂജയുടെ അവസാനം ദേവന്മാരോട് താഴെ വന്ന് എൻ്റെ യാഗം സ്വീകരിച്ചിട്ട് ഈ ത്രിശങ്കുവിനെ ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. കുറേ നേരം കാത്തു നിന്നിട്ടും ഒരു ദേവന്മാർ പോലും ആകാശത്തു നിന്ന് താഴേക്ക് വന്നില്ല. വിശ്വാമിത്രന് ദേഷ്യം വന്നു. അദ്ദേഹം കുറച്ചു നേരം കൂടി കാത്തിരുന്നു. ആരെങ്കിലും വന്ന് ത്രിശങ്കുവിനെ ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്ന് അദ്ദേഹം ശരിക്കും പ്രതീക്ഷിച്ചു. പക്ഷേ അന്നേരവും ആരും വന്നില്ല. ദേഷ്യം വന്ന അദ്ദേഹം ആകാശത്തേക്ക് നോക്കിയിട്ട്, ശരി, നിങ്ങളാരും താഴേക്ക് വന്നില്ലെങ്കിൽ ഞാൻ ത്രിശങ്കുവിനെ ഒറ്റയ്ക്ക് മുകളിലേക്ക് അയക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ തപശക്തി ഉപയോഗിച്ച് ഈ ത്രിശങ്കുവിനെ മുകളിലേക്ക് ഉയർത്തി. അങ്ങനെ ത്രിശങ്കു വിശ്വാമിത്രൻ്റെ തപശക്തിയാൽ മുകളിലേക്ക് ഉയർന്നു പൊങ്ങി. അങ്ങനെ അദ്ദേഹം ഉയർന്നുയർന്ന് സ്വർഗത്തിൻ്റെ കവാടത്തിൽ വരെ എത്തി. അവിടെ ദേവന്മാർ ഇന്ദ്രനോടൊപ്പം ഇരിപ്പുണ്ടായിരുന്നു. ഇന്ദ്രൻ പറഞ്ഞു, മൂഢ, നിനക്ക് ഈ സ്വർഗത്തിൽ സ്ഥാനമില്ല. നീ നിൻ്റെ ഗുരുവിനെ ധിക്കരിച്ചവനാണ്. നിൻ്റെ ഗുരുപുത്രന്മാരുടെ ശാപം ഏറ്റുവാങ്ങിയവനാണ്. ഇങ്ങനെ ശപിക്കപ്പെട്ട ഒരാൾക്ക് യാതൊരു കാരണവശാലും സ്വർഗത്തിൻ്റെ കവാടം കടന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. നീ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു പോയിക്കൊള്ളൂ. അങ്ങനെ ത്രിശങ്കു തലകീഴായിട്ട് ഭൂമിയിലേക്ക് വീണു തുടങ്ങി. അദ്ദേഹം അവിടെ നിന്ന് വിശ്വാമിത്രനെ വിളിച്ച് കരഞ്ഞു. അപ്പോൾ വിശ്വാമിത്രൻ തൻ്റെ തപശക്തി കൊണ്ട് വീണ്ടും ത്രിശങ്കുവിനെ മുകളിലേക്ക് ഉയർത്തി. അങ്ങനെ ത്രിശങ്കു മുകളിലേക്ക് ഉയരുമ്പോൾ ഇന്ദ്രൻ താഴേക്ക് അയക്കും. ഇന്ദ്രൻ താഴേക്ക് അയക്കുമ്പോൾ വിശ്വാമിത്രൻ ത്രിശങ്കുവിനെ മുകളിലേക്ക് അയക്കും. അങ്ങനെ ത്രിശങ്കു ഭൂമിയിലും ആകാശത്തുമല്ലാതെ നടുക്ക് തൂങ്ങിക്കിടക്കാൻ തുടങ്ങി. അയാൾ അവിടെ കിടന്നുറക്കം നിലവിളിച്ചു. അപ്പോൾ വിശ്വാമിത്രൻ തൻ്റെ തപശക്തി കൊണ്ട് 7 ഗ്രഹങ്ങൾ സൃഷ്ടിച്ചു, സപ്തർഷികളെ. അതിൻ്റെ കൂടെ 27 നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. ആ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും അദ്ദേഹം ഈ ത്രിശങ്കുവിന് ചുറ്റുമായിട്ട് വിന്യസിച്ചു. അതിനുശേഷം അദ്ദേഹം തീരുമാനിച്ചു, ഇനി താൻ ഇന്ദ്രനെ കൂടി സൃഷ്ടിക്കും. അങ്ങനെ ഇന്ദ്രൻ ഉൾപ്പെടെയുള്ള ഒരു സ്വർഗം താൻ ത്രിശങ്കുവിന് പ്രത്യേകമായിട്ട് നിർമ്മിക്കാൻ പോവുകയാണ്.
ഇത് കേട്ട ദേവന്മാർക്ക് ആകെ വെപ്രാളമായി. രണ്ടാമതൊരു സ്വർഗവും അവിടെ ഒരു ഇന്ദ്രനെയും സൃഷ്ടിക്കുന്നത് അത്ര ശരിയായ കാര്യമല്ലല്ലോ. എങ്ങനെയെങ്കിലും വിശ്വാമിത്രനെ ഈ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അവരെല്ലാവരും കൂടി അങ്ങനെ വിശ്വാമിത്രനെ കാണാൻ വന്നു. എന്നിട്ട് പറഞ്ഞു, മഹാമുനെ, ഈ തൃശങ്കു ഗുരുപുത്രന്മാരാൽ പോലും ശപിക്കപ്പെട്ടവനാണ്. ശപിക്കപ്പെട്ട ഒരാൾക്ക് യാതൊരു കാരണവശാലും സ്വർഗത്തിലേക്ക് പ്രവേശനം കൊടുക്കാൻ പറ്റില്ല. കാരണം അതൊരു ശരിയായ നടപടിയല്ല. അത് ഒരു മോശമായ കീഴ്വഴക്കം സൃഷ്ടിക്കും. അപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, പക്ഷെ ഞാൻ തൃശങ്കുവിനെ സഹായിക്കാം എന്ന് വാക്കു കൊടുത്തു പോയതാണ്. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ തൃശങ്കുവിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂ. മാത്രമല്ല, ഞാൻ അവന് വേണ്ടി സൃഷ്ടിച്ച നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഒക്കെ നിങ്ങളുടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂ. എന്നിട്ട് എത്ര കാലം ഈ സ്വർഗമുണ്ടോ അത്രയും കാലം ഇന്ദ്രൻ തന്നെ അവിടെ രാജാവായിട്ട് വാണുകൊള്ളുക. തൃശങ്കുവിനെ അവിടുന്ന് താഴേക്ക് വിടാൻ പറ്റില്ല. അപ്പോൾ ദേവന്മാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. അങ്ങ് സൃഷ്ടിച്ച ഗ്രഹങ്ങളും അങ്ങ് സൃഷ്ടിച്ച നക്ഷത്രങ്ങളും ചേർന്ന് തൃശങ്കു സ്വർഗത്തിൽ വന്നിരുന്നോട്ടെ. പക്ഷേ തൃശങ്കുവിന് നേരെ നിൽക്കാൻ പറ്റില്ല. തൃശങ്കു തല കീഴായിട്ട് തൂങ്ങിക്കിടക്കുകയുള്ളൂ. അങ്ങനെ വിശ്വാമിത്രൻ അത് സമ്മതിച്ചു. അങ്ങനെ തൃശങ്കുവിന് സ്വർഗത്തിൽ തല കീഴായിട്ട് തൂങ്ങിക്കിടക്കാൻ അവസരം കിട്ടി. ഇതിനെയാണ് തൃശങ്കു സ്വർഗം എന്ന് പറയുന്നത്. സ്വർഗത്തിലാണോ എന്ന് ചോദിച്ചാൽ ആണ്, എന്നാൽ സ്വർഗത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാലും രാജർഷിയായ വിശ്വാമിത്രൻ അത്ര കാലം സംഭരിച്ചു വെച്ചിരുന്ന തപശക്തിയെല്ലാം അദ്ദേഹത്തിന് ഈ പ്രവർത്തനത്താൽ നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹത്തിന് തപശക്തി കുറഞ്ഞ് അതിനി വീണ്ടും സംഭരിക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ വിശ്വാമിത്രൻ വീണ്ടും തപസ്സിന് തുടങ്ങി. എന്നാൽ ദേവന്മാർ ആ സമയം മറ്റൊരു കാര്യം തീരുമാനിച്ചിരുന്നു. ഒരു രാജർഷി ആയിരിക്കുമ്പോൾ തന്നെ വിശ്വാമിത്രന് ഇത്രയധികം ശക്തി ഉണ്ടെങ്കിൽ ഒരു ബ്രഹ്മർഷി ആവുകയാണെങ്കിൽ അദ്ദേഹത്തിന് എത്രമാത്രം ശക്തി ഉണ്ടാവും. അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും. ഇങ്ങനെ തൃശങ്കുവിനെ സ്വർഗത്തിൽ കൊണ്ടുവന്ന പോലെ ഉള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇദ്ദേഹത്തിനെ ഒരു ബ്രഹ്മർഷിയാകാൻ അനുവദിക്കുകയില്ല. വിശ്വാമിത്രനാണെങ്കിൽ തൻ്റെ മക്കളെയും ശിഷ്യന്മാരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് തൻ്റെ തപസ് കൂടുതൽ ഏകാഗ്രമാക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലത്ത്, പുഷ്കരണി എന്ന് പറയുന്നൊരു സ്ഥലത്ത് പോയിരുന്നു തപസ് ചെയ്യായിരുന്നു. ഈ സമയത്ത് അംബരീഷൻ എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു അയോധ്യ ഭരിച്ചിരുന്നത്. അദ്ദേഹം ഒരു യാഗം നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ യാഗമൃഗം കളവ് പോയി. യാഗമൃഗം കളവ് പോയതൊന്നും അല്ല, അതിനെ ഇന്ദ്രൻ മോഷ്ടിച്ചുകൊണ്ട് പോയതായിരുന്നു. രാജാവാണെങ്കിൽ ഈ മൃഗത്തിനെ അന്വേഷിച്ച് നടന്നിട്ടെങ്ങും കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂജാരി പറഞ്ഞു, യാഗശാലയിൽ നിന്ന് ബലി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന മൃഗം നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അത് വളരെ വലിയൊരു തെറ്റാണ്, ഒരു പാപമാണ്. ആ പാപം പരിഹരിക്കണമെങ്കിൽ ഒരു മനുഷ്യനെ തന്നെ പിന്നീട് ബലി കൊടുക്കണം. അല്ലാതെ മറ്റൊരു മൃഗത്തിനെ കൊണ്ടുവന്ന് ബലി കൊടുത്താൽ ആ പാപം തീരില്ല. അങ്ങനെ അംബരീഷനാകെ ബുദ്ധിമുട്ടായി ഒരു മനുഷ്യനെ വേണം ഇപ്പോൾ ബലി കൊടുക്കാൻ. അദ്ദേഹം ഋചികൻ എന്ന് പറഞ്ഞ മുനിയുടെ അടുത്തെത്തി. എന്നിട്ട് അദ്ദേഹത്തിനോട് തൻ്റെ ആവശ്യം പറഞ്ഞു. തൻ്റെ യാഗമൃഗം കളവ് പോയി, അതിനെ തിരിച്ചു കിട്ടിയില്ല. ഇനി തനിക്ക് യാഗം നടത്തണമെങ്കിൽ ബലി കൊടുക്കാനൊരു മനുഷ്യനെ വേണം. അങ്ങേക്ക് മക്കളുണ്ടല്ലോ, അതിലൊരു മകനെ എനിക്ക് തരികയാണെങ്കിൽ പകരമായിട്ട് ഞാൻ 1,00,000 പശുക്കളെ അങ്ങേക്ക് തരാം. അപ്പോൾ ഋചിക മുനി പറഞ്ഞു, എൻ്റെ മൂത്ത മകൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്, അവനെ ഞാൻ തരികയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, എൻ്റെ ഇളയ മകനും എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്, അവനെയും ഞാൻ തരികയില്ല. അപ്പോൾ ഇവരുടെ രണ്ടാമത്തെ മകനുണ്ടായിരുന്നു, അവൻ്റെ പേര് ശൂനശേപൻ എന്നായിരുന്നു. ഈ ശൂനശേപൻ പറഞ്ഞു, അവൻ മൂത്തതുമല്ല ഇളയതുമല്ല, അതുകൊണ്ട് തന്നെ അവനെയാണ് മാതാപിതാക്കൾ ബലി കൊടുക്കാൻ പോകുന്നതെന്ന് അവന് മനസ്സിലായി. അവൻ രാജാവിനോട് പറഞ്ഞു, അങ്ങ് എന്നെ ബലി കൊടുത്തോളൂ, ഞാൻ അങ്ങയുടെ കൂടെ വരാം. അങ്ങനെ രാജാവ് ഈ ശൂനശേപൻ എന്ന് പറയുന്ന ഋചിക മുനിയുടെ മകനുമായിട്ട് തൻ്റെ കൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു. കുറേ ദൂരം ചെന്നപ്പോഴേക്കും അവർ വല്ലാതെ ക്ഷീണിച്ചു. അപ്പോൾ അവിടെ കുറച്ച് നേരം തേര് നിർത്തി ഒന്ന് വിശ്രമിച്ചിട്ട് പോകാമെന്ന് കരുതി രാജാവ് തേരവിടെ നിർത്തുകയും അപ്പോൾ അവിടെ കുറച്ച് ദൂരത്തായിട്ടൊരു ആശ്രമം കണ്ടിട്ട് അവിടെ പോയി കുറച്ച് വിശ്രമിക്കാം എന്ന് കരുതി ഈ മുനികുമാരനെയും കൊണ്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു. അത് വിശ്വാമിത്രൻ്റെ ആശ്രമമായിരുന്നു. ശൂനശേപൻ വിശ്വാമിത്രനെ കണ്ടപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് അച്ഛനുമില്ല അമ്മയുമില്ല, എന്നെ സഹായിക്കണം. അപ്പോൾ വിശ്വാമിത്രൻ ചോദിച്ചു, എന്തിനാണ് നിന്നെ സഹായിക്കണത്, നിനക്ക് എന്ത് സഹായമാണ് വേണ്ടത്? ശൂനശേപൻ പറഞ്ഞു, എൻ്റെ മാതാപിതാക്കൾ എന്നെ ബലി കൊടുക്കാൻ വേണ്ടി രാജാവിന് കൊടുത്തതാണ്, ഇദ്ദേഹം എന്നെ കൊന്നുകളയും, അതുകൊണ്ട് അങ്ങ് എന്നെ സഹായിക്കണം. തന്നോട് സഹായം അഭ്യർത്ഥിച്ച ഈ കുമാരനോട് മറുത്തൊന്നും പറയാൻ വിശ്വാമിത്രന് കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ മക്കളെ വിളിച്ചിട്ട് ഈ ശൂനശേപന് പകരം ഇവരിൽ ആരെങ്കിലും ഒരാൾ ബലി കൊടുക്കാൻ വേണ്ടിയിട്ട് രാജാവിനൊപ്പം പോകണം എന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ 4 മക്കളും തങ്ങൾക്ക് ഈ കാര്യം പറ്റില്ല എന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു. അവർ ചോദിച്ചു, മറ്റൊരാളുടെ മകനെ അങ്ങ് എന്തിനാണ് സ്വന്തം മക്കളെ ബലി കൊടുക്കുന്നത്? ഇത് കേട്ട വിശ്വാമിത്രന് വളരെയധികം ദേഷ്യം വരികയും അദ്ദേഹം തൻ്റെ മക്കളെ 4 പേരെയും ശപിക്കുകയും ചെയ്തു. അവർ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് മാംസം ഭക്ഷിച്ച് ജീവിക്കട്ടെ എന്ന് ശപിച്ച് അദ്ദേഹം അവരെ ആശ്രമത്തിൽ നിന്ന് പുറത്താക്കി.
ശൂനശേപനോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിനക്കൊരു മന്ത്രം പഠിപ്പിച്ചു തരാം. ഈ മന്ത്രം നീ നിരന്തരം ചൊല്ലിയാൽ മതി, നിനക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. നിന്നെ ബലി കൊടുക്കാൻ വേണ്ടിയിട്ട് ബലിക്കൽ തറയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നീ ഇത് ചൊല്ലിയാൽ മതി. അങ്ങനെ അദ്ദേഹം ഈ ശൂനശേപനെ ഒരു മന്ത്രം പഠിപ്പിച്ചു കൊടുക്കുകയും അവൻ ഈ മന്ത്രം തൻ്റെ ബലികർമ്മം നടക്കുന്ന സമയത്ത് ചൊല്ലുകയും ചെയ്തു. അങ്ങനെ ആരാചാര്യവനെ കൊല്ലാൻ വേണ്ടി വാൾ ഉയർത്തിയെങ്കിലും അപ്പോൾ ഇന്ദ്രൻ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട്, ഞാൻ നിന്നിൽ പ്രസന്നനായിരിക്കുന്നു, നിന്റെ ജീവൻ ഞാൻ രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ശൂനശേപൻ മരിക്കാതെ രക്ഷപ്പെട്ടു. പക്ഷേ ഈ കർമ്മം അനുഷ്ഠിച്ചതോടെ വിശ്വാമിത്രൻ്റെ തപശക്തി പിന്നെയും കുറഞ്ഞു. തൻ്റെ മക്കളെ ശപിക്കുകയും ഈ ശൂനശേപനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. 2 കർമ്മങ്ങൾ ചെയ്തപ്പോഴേക്കും അദ്ദേഹം അതുവരെ പ്രാർത്ഥിച്ച് നേടിയ തപശക്തി മുഴുവൻ തീർന്നുപോയി. അദ്ദേഹം വീണ്ടും തപസ് തുടങ്ങി. അപ്പോൾ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി അദ്ദേഹത്തെ സമീപിച്ചു. അവൾ വളരെ മനോഹരമായി നൃത്തം ചെയ്യുകയും വളരെ മനോഹരമായിട്ട് പാട്ട് പാടുകയൊക്കെ ചെയ്തു. അത് കേട്ട ഈ വിശ്വാമിത്രൻ്റെ തപസ് ഇളകുകയും അദ്ദേഹം ഈ സ്ത്രീയോടൊപ്പം ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു. കുറേ കാലം അവരൊരുമിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു. അതിനുശേഷമാണ് വിശ്വാമിത്രന് തോന്നിയത്, ഇവളിങ്ങനെ പെട്ടെന്ന് തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ എന്തോ കുഴപ്പമുണ്ടല്ലോ. ഈ കാട്ടിൽ തൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെടാൻ യാതൊരു സാധ്യതയും ഉള്ളതല്ല. താൻ എന്തുകൊണ്ടാണ് ഇക്കാര്യങ്ങളൊക്കെ മറന്നുപോയത്? അദ്ദേഹം അവളോട് ഇതേപ്പറ്റി സംസാരിക്കുകയും അവൾ ദേവേന്ദ്രൻ്റെ സദസ്സിലെ നർത്തകിയായ മേനകയാണ് എന്ന് വെളിപ്പെടുകയും ചെയ്തു. അതോടെ വിശ്വാമിത്രന് വളരെയധികം ദേഷ്യം വരികയും മേനകയെ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോയി വീണ്ടും തപസ് തുടങ്ങുകയും ചെയ്തു. മേനക ഈ സമയത്ത് ഗർഭവതിയായിരുന്നു. അങ്ങനെ മേനക പ്രസവിച്ച കുട്ടിയാണ് ശകുന്തള. ശകുന്തളയെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് മേനക വീണ്ടും സ്വർഗ്ഗലോകത്തേക്ക് പോയി. ശകുന്ത പക്ഷികൾ അവളെ വളർത്തുകയും അങ്ങനെ അവളെ പിന്നീട് കണ്വൻ എടുത്ത് വളർത്തുകയൊക്കെ ചെയ്തു. ആ കഥ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും ഈ കാര്യത്തിന് ശേഷം വീണ്ടും വിശ്വാമിത്രൻ്റെ തപശക്തി കുറഞ്ഞു. അദ്ദേഹം വീണ്ടും തപസ് തുടങ്ങി. ഇത്തവണ അദ്ദേഹം അതികഠിനമായിട്ടാണ് തപസ് ചെയ്തത്. ആ തപസ്സിൽ ദേവലോകം പോലും വിറച്ചു. അങ്ങനെ ബ്രഹ്മാവ് വിശ്വാമിത്രൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിന് മഹർഷി എന്ന സ്ഥാനം കൊടുക്കുകയും ചെയ്തു. നേരത്തെ അദ്ദേഹത്തിന് രാജർഷി എന്ന സ്ഥാനമായിരുന്നു കൊടുത്തത്, ഇപ്പോൾ മഹർഷി. പക്ഷേ അദ്ദേഹത്തിന് മഹർഷി എന്ന സ്ഥാനമായിരുന്നില്ല വേണ്ടത്, അദ്ദേഹത്തിന് ബ്രഹ്മർഷി എന്ന സ്ഥാനമായിരുന്നു വേണ്ടിയിരുന്നത്. അതുകൊണ്ട് വിശ്വാമിത്രൻ പറഞ്ഞു, ഞാൻ ഇത്ര കാലം തപസ് ചെയ്തത് എനിക്ക് ബ്രഹ്മർഷി എന്ന സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങ് എനിക്ക് തന്നത് മഹർഷി എന്ന സ്ഥാനമാണ്, എനിക്കത് പോരാ. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, നീ ഇതുവരെ ബ്രഹ്മർഷി സ്ഥാനം നേടാനായിട്ടില്ല. നീ നിൻ്റെ ഇന്ദ്രിയങ്ങളെ ഇനിയും കീഴടക്കാനുണ്ട്. നീ ക്ഷിപ്രകോപിയാണ്, നീ പെട്ടെന്ന് കോപത്തിന് അടിപ്പെടും. അതുകൊണ്ട് നിൻ്റെ ഇന്ദ്രിയങ്ങളെ നീ എപ്പോൾ അടക്കുന്നു അപ്പോഴാണ് നിനക്ക് ബ്രഹ്മർഷി എന്ന സ്ഥാനം കിട്ടുക. അങ്ങനെ വിശ്വാമിത്രൻ വീണ്ടും തപസ് തുടങ്ങി. അദ്ദേഹം ചൂട് കാലത്ത് തീക്കുണ്ടത്തിന് നടുക്ക് ഒറ്റക്കാലിൽ നിന്നായിരുന്നു തപസ് ചെയ്തത്. മഴക്കാലത്ത് അദ്ദേഹം മഴ നനഞ്ഞ് നദിയിലിറങ്ങി നിന്ന് തപസ് ചെയ്തു. മഞ്ഞുകാലത്ത് മഞ്ഞുകട്ടകൾക്ക് മുകളിൽ നിന്ന് അദ്ദേഹം തപസ് ചെയ്തു. ഈ കഠിനമായ തപസ്സിൽ ദേവലോകം വീണ്ടും ഇളകി വിറച്ചു. ദേവന്മാർക്ക് പേടിയായി. അങ്ങനെ ഇവർ രംഭയെ ഇദ്ദേഹത്തിന് തപസ്സിളക്കാൻ വിടാം എന്ന് തീരുമാനിച്ചു. വിശ്വാമിത്രൻ്റെ ദേഷ്യത്തെപ്പറ്റി രംഭയ്ക്ക് അറിയാം. അതുകൊണ്ട് രംഭ ഇന്ദ്രനോട് പറഞ്ഞു, എനിക്ക് ഈ ജോലി പറ്റില്ല, എനിക്ക് പേടിയാണ്, ഇദ്ദേഹം എന്നെ ശപിക്കും. അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു, നീ പേടിക്കേണ്ട, ഞാൻ കൂടി നിൻ്റെ കൂടെ വരാം. ഞാനൊരു കുയിലിൻ്റെ വേഷത്തിൽ നിൻ്റെ കൂടെ വരികയും നീ നൃത്തം ചെയ്യുമ്പോൾ മരത്തിലിരുന്ന് പാടുകയും ചെയ്യാം. അങ്ങനെ ദേവേന്ദ്രൻ ഈ രംഭയ്ക്കൊപ്പം വിശ്വാമിത്രനെ തപസ്സിളക്കാൻ വേണ്ടി പോയി. ആ സമയത്ത് അദ്ദേഹം ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്ന് രംഭ മനോഹരമായി നൃത്തമാടാൻ തുടങ്ങി. നല്ല പാട്ട് പാടിക്കൊണ്ടാണ് നൃത്തമാടിയത്. ദേവേന്ദ്രൻ കുയിലിൻ്റെ വേഷത്തിൽ ഒരു മരത്തിലിരുന്ന് നന്നായിട്ട് പാടുകയും ചെയ്തു. അപ്പോൾ ഈ ശബ്ദം വിശ്വാമിത്രൻ കേൾക്കുകയും തൻ്റെ തപസ്സിളക്കാൻ മറ്റാരോ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഇത് ഇന്ദ്രൻ്റെ സംഘം തന്നെ ആയിരിക്കും എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. അദ്ദേഹം കണ്ണു തുറന്നു നോക്കുമ്പോൾ നൃത്തം ചെയ്യുന്ന രംഭയെ കാണുകയും രംഭ ഒരു കല്ലായി പോകട്ടെ എന്ന് അദ്ദേഹം ശപിക്കുകയും ചെയ്തു. ഇത് കണ്ട് പേടിച്ച ദേവേന്ദ്രൻ അവിടുന്ന് പെട്ടെന്ന് പറന്ന് ദൂരെ പോയി. പക്ഷേ ഇങ്ങനെ ശപിച്ചതോടെ, തൻ്റെ കോപം അടക്കാതെ രംഭയെ ശപിച്ചതോടെ വിശ്വാമിത്രൻ്റെ തപശക്തി വീണ്ടും കുറഞ്ഞു. അതോടെ പശ്ചാത്താപ വിവശനായ അദ്ദേഹം ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ച് ശ്വാസമടക്കി തപസ് തുടങ്ങി. ദേവലോകം ഇളകി വിറച്ചു. അങ്ങനെ വളരെ കാലത്തിന് ശേഷം തൻ്റെ ഇന്ദ്രിയങ്ങളെ തനിക്ക് അടക്കാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വാമിത്രന് ആത്മവിശ്വാസം തോന്നി. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഭക്ഷണം കഴിക്കാം എന്ന് കരുതി അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. ഈ സമയത്ത് ഒരു ബ്രാഹ്മണൻ അവിടെ വരികയും അദ്ദേഹത്തിനോട് വിശക്കുന്നു എന്ന് പറയുകയും ചെയ്തു.
ഒട്ടും ദേഷ്യപ്പെടാതെ വിശ്വാമിത്രൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം ഈ വിശന്നു വന്ന ആൾക്ക് കൊടുത്തു. അതോടെ ദേവകൾക്ക് വിശ്വാമിത്രൻ തൻ്റെ ഇന്ദ്രിയങ്ങളെ അടക്കി എന്ന് മനസ്സിലായി. അദ്ദേഹത്തിന് കോപം അടങ്ങി, അദ്ദേഹത്തിന് വികാരങ്ങളെ അടക്കാൻ പറ്റി. അതോടെ അദ്ദേഹത്തിന് ബ്രഹ്മർഷി പദത്തിന് അർഹതയുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായി. ബ്രഹ്മാവ് താഴെ ഇറങ്ങി വന്ന് വിശ്വാമിത്രന് ബ്രഹ്മർഷി എന്ന സ്ഥാനം കൊടുക്കുകയും ചെയ്തു. ബ്രഹ്മർഷിയായി തീർന്ന വിശ്വാമിത്രനെ കാണാൻ വസിഷ്ഠ മുനി എത്തുകയും അവർ വിദ്വേഷമെല്ലാം മറന്ന് പരസ്പരം ആലിംഗനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇന്ദ്രിയ സുഖങ്ങളിൽ അഭിരമിച്ച് ഒരു രാജാവായി കഴിഞ്ഞിരുന്ന കൗശികൻ എന്ന രാജാവ് എല്ലാ ഇന്ദ്രിയങ്ങളെയും അടക്കി ഏറ്റവും മഹാനായ ഒരു മഹർഷിയായി തീർന്നു. വിശ്വാമിത്രൻ എന്ന ബ്രഹ്മർഷി അദ്ദേഹമാണ് രാമായണത്തിൽ രാമനെ തൻ്റെ യാഗരക്ഷയ്ക്കായി വിളിച്ചുകൊണ്ട് പോവുകയും അങ്ങനെ സീതയുടെയും രാമൻ്റെയും വിവാഹത്തിന് വഴിതെളിക്കുകയും ചെയ്തത്. ഇഷ്ടമായോ വിശ്വാമിത്രൻ്റെ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.